ബൈബിൾ പേരുകളുടെ ഒരു പട്ടിക മാത്രമല്ല, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു സന്ദേശമുള്ള അധ്യായമുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൻ്റെ ആഴമേറിയ അർത്ഥം നമുക്ക് നോക്കാം. ഉൽപ്പത്തി 5-ാം അധ്യായം ആദാം മുതൽ നോഹ വരെയുള്ള വംശാവലി നമ്മോട് പറയുന്നു. ഓരോ വ്യക്തിയെക്കുറിച്ചും ഒരേ വാചകം ആവർത്തിക്കുന്നു. അവൻ ജീവിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടായിരുന്നു, അവൻ മരിച്ചു. റോമർ 5:12 എഴുതിയിരിക്കുന്നത് പോലെ പാപനിമിത്തം മരണം ലോകത്തിൽ വന്നു എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ അധ്യായത്തിലെ ഒരു പേര് വേറിട്ട് നിൽക്കുന്നു, ഹാനോക്ക്. ബൈബിൾ പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, പിന്നെ അവൻ ഉണ്ടായിരുന്നില്ല, ദൈവം അവനെ എടുത്തു. ഹാനോക്ക് മരിച്ചില്ല, കാരണം അവൻ്റെ ജീവിതം ദൈവവുമായുള്ള കൂട്ടായ്മയിലായിരുന്നു. മരണം ആത്യന്തിക സത്യമല്ലെന്ന് ഈ അധ്യായം നമ്മോട് പറയുന്നു. ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് നിത്യജീവൻ്റെ പ്രത്യാശയുണ്ട്. ആദാമിൽ മരണം വന്നു, യേശുക്രിസ്തുവിൽ ജീവൻ വന്നു. മരണത്തെ കീഴടക്കേണ്ടിയിരുന്ന രക്ഷകനിലേക്ക് ഉൽപ്പത്തി 5 നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.